സോ ഇന്നത്തെ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ജനാബ് അലക്സാണ്ടർ ജേക്കബ് IPS, former DGP, well-known orator, very knowledgeable person. മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിയുൽ ഫുത്തൂഹ് ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദിൽ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ പ്രഭാഷണങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്, അതുപോലെ ക്രിസ്ത്യാനിയെപ്പറ്റി, അതുപോലെ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും പലതിനെക്കുറിച്ചും എന്ത് സംസാരിക്കുമ്പോഴും വളരെ ഡീപ്പായിട്ട് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു സാധാരണ ഇസ്ലാമിനെക്കുറിച്ച് പുറമേ നിന്ന് പഠിക്കുന്ന ഒരാൾ പറയുന്നതിനേക്കാൾ ഏറെ ആഴത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റിയും നബി തങ്ങളുടെ ദർശനത്തെപ്പറ്റിയും മറ്റെല്ലാം പറയാറുണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്? വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് യുവർ നോളജ് ഇൻ അബൌട്ട് ദ ഇസ്ലാം? ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ മുസ്ലിങ്ങളില്ലായിരുന്നു, ഒറ്റ മുസ്ലിമില്ല. അപ്പോൾ 1814 ദി പന്തളം രാജാസ് ഡിസൈഡ് ടു ഷിഫ്റ്റ് മുസ്ലിംസ് ഫ്രം തുമ്പമൺ, കടക്കാട് എന്ന സ്ഥലത്തോട്ട് മാറ്റി അവിടെ താമസിക്കായിരുന്നു. അപ്പോൾ അവർ പന്തളം രാജാവിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന മുസ്ലിംസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, റൗത്തേഴ്സ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കാൻ പോയി തിരുവനന്തപുരത്ത്. ആ സമയത്താണ് മൈക്കേൽ ഗേറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ പ്രസിദ്ധമായ പുസ്തകം എഴുതി, ദി ഗ്രേറ്റ് 100 എന്ന് പറഞ്ഞ പുസ്തകം. മൈക്കൽ എച്ച് ഹാർട്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ പുസ്തകത്തിനകത്ത് 100 മഹാന്മാരെ ലിസ്റ്റ് ചെയ്തിട്ട് നമ്പർ 1 ആയി പ്രൊഫറ്റ് മുഹമ്മദിനെ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അമേരിക്ക ഭയങ്കര കോൺട്രവേഴ്സി ആയി. അപ്പോൾ ഈ കോൺട്രവേഴ്സി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ ഈ കോൺട്രവേഴ്സി ശ്രദ്ധിക്കുന്നത്. അപ്പം മൈക്കൽ ഹാർട്ട് അതിന് റീസൺ പറഞ്ഞു, അതായത് he put Jesus Christ number 3 and number 1 as Holy Prophet Muhammad. അദ്ദേഹം പറഞ്ഞത് ബാക്കി എല്ലാ വ്യക്തികളും ഒന്നുകിൽ സിവിൽ രംഗത്ത് വിജയിച്ചു അല്ലെങ്കിൽ സ്പിരിച്വൽ രംഗത്ത് വിജയിച്ചു. There is only one person who could get victory on both civil life as well as civil administration as well as religious field. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇസ്ലാമിനെ പറ്റി ഈ പുസ്തകം വായിച്ചു, എന്നിട്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ തലശ്ശേരി ഞാൻ പോയി കണ്ട പ്രസിദ്ധമായൊരു മോസ്ക് ഉണ്ട്, ഓടത്തിൽ മോസ്ക്. സ്റ്റൈലിൽ ഇന്ത്യയിൽ പണിഞ്ഞ ഏക മോസ്കാണ് ഈ ഓടത്തിൽ മോസ്ക്. അപ്പോൾ ഓടത്തിൽ മോസ്കിൽ പോവുകയും ഈ കുടുംബം എങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്നു എന്ന് ഞാൻ ആ സമയത്ത് പഠിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കോട് ചെന്നിട്ട് ഈ ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് ആർക്കൈവ്സ് ചെക്ക് ചെയ്തപ്പോൾ സാമൂതിരിയുടെ ഒരു ഓർഡർ, അതായത് ഇസ്ലാം കേരളത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവരുന്നതിനാൽ ഹിന്ദു കുടുംബങ്ങളിൽ ഒരു മകനെ ഇസ്ലാമിൽ ചേരാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് സാമൂതിരിയുടെ ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിന്റെ കോപ്പി ഇപ്പോഴും ആർക്കൈവ്സിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ വായിച്ചു. അതാണ് കോഴിക്കോട്ട് ഈ മുക്കുവൻ എന്ന് പറയുന്ന, കടലോരത്ത് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് മുക്കുവൻ എന്ന് പറയും. ഈ മുക്കുവൻ മുസ്ലിം ആയപ്പോൾ അവർക്ക് വെച്ച പേരാണ് പൂസ്ലാൻ, പുതു ഇസ്ലാം. അപ്പൊ ഇന്ന് മത്സ്യബന്ധനം നടത്തുന്ന മുസ്ലിങ്ങൾക്ക് പൂസ്ലാൻ എന്ന് പറയാം. അത് സാമൂതിരിയുടെ ഓർഡർ പ്രകാരമാണ്. ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു കുടുംബങ്ങളിൽ ഇന്ന് 1-2 പേരെ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു ആസ് പാർട്ട് ഓഫ് ദ റിസെപ്ഷൻ ഓഫ് ദ അറബ്സ്. അപ്പോൾ ഞാൻ കണ്ണൂർ SP ആയപ്പം ഈ കേരളത്തിലെ ഏക ഇസ്ലാമിക ഡൈനാസ്റ്റി അറക്കൽ ബീവിയുടെ കുടുംബമാണ്. അപ്പോൾ ഞാൻ അറക്കൽ ബീവിയെ കാണാൻ പോയി. അറക്കൽ ബീവിയെ കാണാൻ ചെന്ന് അലി ഇതവരെ കണ്ട്, അപ്പോൾ അവർ ഈ കുറച്ച് റെക്കോർഡ്സ് എനിക്ക് ഒറിജിനൽ കണ്ണുകൊണ്ട് റെക്കോർഡ്സ്. അപ്പോൾ ആ ഒറിജിനൽ കണ്ണുകൊണ്ട് റെക്കോർഡ്സ് വായിക്കുമ്പോൾ ഒരു 1000 years ഓഫ് കണ്ടിന്യൂസ് ഇന്നാരുടെ മകൻ ഇങ്ങനെ കണ്ടിന്യൂസ് റെക്കോർഡ്സ് ഓഫ് ദ ഡൈനാസ്റ്റി. അത് മറ്റ് ഹിന്ദു ഡൈനാസ്റ്റി പോലും 1000 കൊല്ലത്തെ ഈ ഇതില്ല. ഇസ്ലാമിൽ ഈ നോളജിനെ കുറിച്ച് പറയുന്നത് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ഈ അറിവ് പാരമ്പര്യമായിട്ട് കിട്ടണം. ഒരാൾ തൻ്റെ ഗുരുവിൽ നിന്ന് ഗുരുപരമ്പരയെ കൃത്യമായും അറിയുകയും ഓരോ ഗുരുവിൻ്റെയും ബയോഗ്രഫി അറിയുകയും അവരുടെ സമ്പൂർണ്ണ ചരിത്രം അറിഞ്ഞിട്ട് ആ ഗുരു സ്വീകരിക്കാൻ പറ്റുന്ന ആളാണോ എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിലെ ഒരു അറിവിൻ്റെ രീതി. ഇസ്ലാമിൻ്റെ എനിക്കറിയുന്ന ഒരു കാര്യം സാറിനൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് 1 ഖുർആൻ, 2 ഹദീസ്, തിരുവചനം. അതിൽ നിന്നാണ് നോളജ് എമർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഖുർആൻ 1400 വർഷം മുമ്പ് ദൈവത്തിൽ നിന്ന്
അവതരിച്ച ഈ വചനങ്ങളെ എങ്ങനെയാണ് 14 നൂറ്റാണ്ടിന് ശേഷമുള്ള എനിക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, എനിക്കതിനെ പഠിപ്പിച്ച ആളുടെ പേരും അഡ്രസ്സും പൂർണ്ണമായും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെയും പ്രവാചകർ വരെയുള്ള മുഴുവൻ ഗുരുനാഥന്മാരുടെയും ചരിത്രം അറിയും. അതിലൊരാൾ പോലും കള്ളം പറയുന്നവരോ വഞ്ചന നടത്തുന്നവരോ ആശയങ്ങൾ കടത്തിക്കൂട്ടുന്നവരോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ ചരിത്രത്തെ ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്നത്. ഇബ്നു അസാക്കിർ ബഗ്ദാദിൻ്റെ ചരിത്രം എഴുതി. ഇപ്പോൾ ബഗ്ദാദ് അത് 40 വോളിയുള്ള പുസ്തകം, ഇപ്പോൾ അതിലും കൂടുതൽ വന്നിട്ടുണ്ട്. ബഗ്ദാദിൽ ജീവിച്ച മുഴുവൻ ആളുകളുടെ ചരിത്രം. അതുപോലെ ദിമിഷ്കിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഡമാസ്കസിൻ്റെ ചരിത്രം. ഇതൊക്കെ ഹൺഡ്രഡ്സ് വോള്യൂംസുള്ള പുസ്തകങ്ങൾ അവരൊക്കെ എഴുതിയത് ഈ നിലക്കാണ്. അപ്പോൾ ഈ തിരുവചനങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഈ മനഃപ്പാടമാക്കി ഈ ഗുരുക്കളുടെ കുറിച്ച് പഠിച്ച് അങ്ങനെ വരുന്നൊരു ഓർഡറാണ്. അതെ അതെ. അപ്പോൾ ആ ഡൈനാസ്റ്റി ഓർഡർ അവർ അറൗണ്ട് 800 ഇയേഴ്സ് അവർ കണ്ടിന്യൂസ് ഓരോ സക്സഷൻ ഇങ്ങനെ കറക്റ്റ് ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ. അത് ഇന്ത്യൻസ് ഹിസ്റ്ററി എഴുതുന്ന പതിവില്ലാത്ത ഒരു ഇന്ത്യൻസിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി എങ്ങനെ എഴുതപ്പെട്ടത് നമ്മളൊരു അത്ഭുതപ്പെട്ടു. അപ്പോൾ അവിടെ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഈ അലി ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് മോസ്ക് കേരളത്തിലാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ കൊടുങ്ങല്ലൂരുള്ള മോസ്കിനെ പറ്റി പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തൃശ്ശൂർ ഒരു മീറ്റിംഗ് വന്നിട്ട് നേരെ കൊടുങ്ങല്ലൂർ മോസ്ക് കാണാൻ പോയി. അപ്പോൾ ഈ ചേരമാൻ പെരുമാളിൻ്റെ മോസ്ക് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ അവിടുത്തെ ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ 72 അറബികൾ വന്നു, അവർക്ക് സ്ത്രീകളെ ഇവിടുന്ന് കൊടുത്തു, അവർ രാജാവ് കൊടുത്തു. അതിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയും ബാക്കിയുള്ളവർ മറ്റ് ജാതിക്കാരായ സ്ത്രീകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം കഴിച്ച ശേഷം ഇവരിവിടെ ജീവിച്ചു, സർവൈവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വിശുദ്ധമായ കഥ. അപ്പോൾ ഈ കഥ ഇങ്ങനെ അവർ എഴുതി വരുമ്പോൾ വളരെ ആധികാരികമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കേരളത്തിലെ മുസ്ലിംസിൻ്റെ ഒരു ഒറിജിനൽ കോർ അറബികൾ 72 പേരുണ്ടെങ്കിലും മെട്രിയാർക്കൽ DNA എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ DNA ആണ്. കാരണം ഈ മെട്രിയാർക്കൽ സക്സഷൻ വരുന്നത് ഹിന്ദുസിൽ നിന്നാണല്ലോ. ഇന്ത്യയിൽ ഹിന്ദുയിസം അന്ന് സൗത്ത് ഇന്ത്യയിൽ ഇല്ലല്ലോ. ജാതി സമ്പ്രദായം, ജാതി പാർട്ടികളല്ലാതെ ഹിന്ദു എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബ്രാഹ്മണന്മാരിലൂടെയല്ലേ യഥാർത്ഥത്തിൽ വരുന്നത്. അത് സൗത്ത് ഇന്ത്യയിൽ അന്ന് വ്യാപകമായിട്ടില്ലല്ലോ. ഈ ഞാൻ പറയാറുണ്ട്, സാധാരണ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കുമാരനാശാനാണ്. ആശാൻ്റെ കവിതകൾ കേട്ടാണ് ഈ താഴ്ന്ന ജാതിക്കാരെന്നവർ പറയുന്ന ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എത്രയോ കാതമകലെ നടക്കേണ്ട ഒരു ഏഴച്ചെറൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാഭവനത്തു ചാരത്തിരുന്നിടാം ഒട്ടും പേടിക്കേണ്ട നമ്പൂരാനെ തൊട്ടുകൂടായ്മയും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയമാണ്, അത് ഉൾക്കൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. അതുപോലെ അപ്പോൾ ഈ മെട്രിയാർക്കലായിട്ട് ഹിന്ദുസാണ് ഇസ്ലാമിലോട്ട് കൺവേർട്ട് ചെയ്തെന്നുള്ള ഈ അമ്മമാരെല്ലാം ഇവിടുത്തെ നായർ സ്ത്രീകളായി ഹിന്ദു സ്ത്രീകളായിരുന്നു, ഒരാൾ ബ്രാഹ്മണ സ്ത്രീയായിരുന്നു എന്ന് പറയുന്ന ചരിത്രം കേട്ടു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒമാനിലോട്ടൊരു ക്ഷണം കിട്ടി. അപ്പോൾ ഒമാനിൽ ഞാൻ പോയി ബന്ധുക്കളെ കാണാൻ പോയി. അവിടെ 2-3 പ്രസംഗമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒമാനിൽ ഈ ചേരമാൻ പെരുമാൾ പോയി ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം കബറടങ്ങിയ സ്ഥലം സലാല എന്ന സ്ഥലമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്നെ അവിടെ പ്രസംഗത്തിന് കൊണ്ടുപോയി കഴിഞ്ഞ് എൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് ഒമാനിലെ ഷെയ്ഖിൻ്റെ ഫാമിലി എന്നെ ക്ഷണിച്ച് അങ്ങോട്ട്. അപ്പോൾ അവർ കാറും കൊണ്ടുവന്നു, പോലീസ് കാറും കൊണ്ടുവന്നു. ഞാൻ ഈ കാറും കൊണ്ട് ഒമാൻ്റെ ഷെയ്ഖ് എനിക്ക് സമ്മാനമൊക്കെ തന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ചരിത്രം ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതുമാത്രമല്ല, അങ്ങേക്ക് അറിയാവുന്ന വേറെ ചില കാര്യം ഞാൻ പറഞ്ഞുതരാം. അങ്ങയുടെ കന്യാസ്ത്രീ മാതാവില്ലേ, യേശുവിൻ്റെ അമ്മയുടെ അപ്പൻ്റെ കല്ലറ ഞങ്ങളുടെ ഒമാനിലാണ്, സലാലയിൽ. പിന്നെ അങ്ങ് ജോബിൻ്റെ ഒരു ചരിത്രം പഴയ നിയമത്തിൽ വായിച്ചിട്ടില്ലേ, ആ ഇയ്യോബ് മരിച്ചടക്കപ്പെട്ടത് ഞങ്ങളുടെ ഒമാനിലാണെന്ന്. ഇദ്ദേഹം എനിക്കൊരു ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു സലാലയിൽ, മസ്കറ്റിൽ നിന്ന് സലാലയായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളോട് ഉണ്ടായിരുന്നു, അദ്ദേഹം എനിക്കൊരു കാറൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. ഞാൻ അവിടുന്ന് പോയി ഈ 3 സ്ഥലവും കണ്ടു. ഈ കന്യാസ്ത്രീ മാതാവിൻ്റെ അപ്പൻ്റെ കല്ലറ, പ്രവാചകന ഇയ്യോബിൻ്റെ, പിന്നെ ഈ സാമരി എന്ന് പറയുന്ന സാമരിയുടെ കല്ലറ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ മുഴുവൻ എടുത്തു. എൻ്റെ ഡയറിക്കകത്തിരിപ്പുണ്ട് ആ ഫോട്ടോ. ഈ അവിടെ മറ്റൊരു ചരിത്രം കൂടെ ഉണ്ട്, സാർ ശ്രദ്ധിച്ച് കാണുമല്ലോ. ആ സ്ഥലത്ത് മാത്രം തെങ്ങും വാഴയും ചേമ്പും. അതിനെക്കുറിച്ച് പറയപ്പെടുന്നത്, ഇദ്ദേഹം 2 ചരിത്രമുണ്ട്. ഒന്ന്, കേരളത്തിൽ നിന്ന് 4 പേരാണ് രാജാക്കന്മാർ മക്കയിൽ പോയിട്ട് ഇസ്ലാം വിശ്വസിച്ചത്.
അത് സുഹ്റവർദി അദ്ദേഹത്തിൻ്റെ റിഹിലത്തുൽ മുലൂക്ക് രാജാക്കന്മാരുടെ സഞ്ചാരം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഈ പറയപ്പെട്ട പള്ളിവാണ പെരുമാൾ എന്ന് പറയുന്ന രാജാവ് പോയിട്ട് വരുന്ന വഴിയിൽ രോഗിയായി സലാലയിൽ മരിച്ചുവെന്നും മറ്റൊരു ചരിത്രത്തിൽ അദ്ദേഹം 5 പ്രാവശ്യം വന്നു, അവസാനത്തെ പ്രാവശ്യം വരുമ്പോൾ മക്കത്ത് പോയി തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ച് മരിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്, ഞാൻ നിൽക്കുന്ന ഈ ഒരിടം കേരളം പോലെ ആയി മാറണേ. അതുകൊണ്ട് ആ ഒരു കുറഞ്ഞ ഏരിയ മാത്രമല്ലേ ഉള്ളൂ, ആ ഒരു കംപ്ലീറ്റ് കേരളത്തിലെ തെങ്ങും എല്ലാം കാലാവസ്ഥയൊക്കെ ഉണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മണ്ണ് നമ്മുടെ നോട്ടത്തിന് ഫലഭൂയിഷ്ടം അല്ലെങ്കിലും കേരളത്തിലെ അതേ കാലാവസ്ഥ അതേ ഇതാണ് കണ്ടിട്ടുള്ളത്. ഞാൻ അവിടെ ഒന്ന് ആ ഫോട്ടോ മുഴുവൻ എടുത്തു. പിന്നെ അതിനകത്ത് തന്നെ സാമീരി എന്ന് പറഞ്ഞ സാമൂതിരി എന്ന് തോന്നിപ്പിക്കുന്ന ഒരാടെ കളർ അതിനകത്തുണ്ട്. അപ്പോൾ ആ പള്ളി ഒരു പുതുക്കി പണിയാണെന്നൊക്കെ അന്ന് പറഞ്ഞു. പുതുക്കി പണിയാന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കേരളത്തിൽ വന്ന സമയത്താണ് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ചരിത്രം എഴുതേണ്ടി വന്നത്. ഞങ്ങളുടെ നാടിൻ്റെ ചരിത്രം എഴുതി വരുമ്പോഴാണ് ഞങ്ങളുടെ ക്രിസ്ത്യാനികൾ തുമ്പോട്ട് വരുന്നത് നിലയ്ക്കൽ നശിച്ചിട്ടാണ്. നിലയ്ക്കൽ നശിച്ചിട്ട് അവിടെ വീരപാണ്ഡ്യനും ഇവർ തമ്മിലുള്ള സമരത്തിനിടയ്ക്ക് നശിച്ചിട്ട് ഇവിടെ വന്ന് താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ പന്തളം രാജാവ് ഞങ്ങൾക്ക് പള്ളി പണിയാൻ സ്ഥലം തന്നു എന്ന്. അപ്പോൾ പന്തളം രാജാവ് എന്നാണ് പന്തളത്ത് വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നിലയ്ക്കൽ തപ്പിപ്പോയി. നിലയ്ക്കൽ തപ്പിപ്പോയപ്പോഴാണ് ഈ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള കഥ മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ തുർക്കി വംശജനായ ഒരാളിങ്ങനെ ഡൽഹിയിൽ വന്ന് തുഗ്ലക്കിന് കുതിരകളെ സമ്മാനിച്ചു. അപ്പോൾ കുതിരകളുടെ ഒരു ഭാഗം വിൽക്കാൻ വേണ്ടി മധുരയിൽ വന്നു. അപ്പോഴാണ് ഇവിടെ ഈ സിവിൽ സ്ട്രൈഫ് ഉണ്ടായത്. അതിൻ്റെ ഭാഗം വേണ്ടി ഈ കുതിര വിൽക്കാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ആ കുതിരയെ അയ്യപ്പന് കൊടുത്തിട്ട് അത് അവരുപയോഗിച്ചിട്ട് ഈ കരിമല കയറ്റം കഠിനം പറഞ്ഞപ്പോൾ അയ്യപ്പ കയറി മേളിൽ ചെന്നിട്ട് ഉദയനെ തോപ്പിച്ചു എന്നൊരു കഥ കിട്ടി. അപ്പം അങ്ങനെ ഈ റാവുത്തർമാർ അവിടെ വന്ന സംഭവം ഈ പത്തനംതിട്ട ജില്ലയിൽ വന്ന സംഭവം കിട്ടി. അപ്പോൾ ആ റാവുത്തർമാരുടെ സന്ധിപരപ്പെട്ട ഒരാളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് മരിച്ച ഫാത്തിമ ബീവി. ആ റാവുത്തർമാരുടെ വംശത്തിൽപ്പെട്ട വേറൊരാളാണ് ഞങ്ങളുടെ SP ആയിരുന്ന നമ്മുടെ ഇദ്ദേഹം റഹീം എന്ന് പറഞ്ഞ അദ്ദേഹം. ഈ റാവുത്തർമാരുടെ ആ വരവും ഇവരുടെ സന്ധി പരമ്പരപ്പെട്ട ആളാണ്. അപ്പം കേരളത്തിൽ ഈ നായന്മാരും ബ്രാഹ്മണരും അല്ലാത്തവർക്ക് ജഡ്ജി സ്ഥാനം കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് 1812 കേണൽ മൺട്രോ വന്ന സമയത്ത് ക്രിസ്ത്യാനിയുടെ ഒരു ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്തു. അതെൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഫിലിപ്പോസ് ജഡ്ജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിലിപ്പോസ് ജഡ്ജിയുടെ മകനെ ഈ അമിനാദാർ സ്ഥാനം, അതായത് പോലീസ് ചീഫിൻ്റെ സ്ഥാനം നായന്മാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു. അപ്പോൾ 1834 സ്വാതിനാഥ് മഹാരാജാവ് ക്രിസ്ത്യാനിടയിൽ നിന്നൊരു അമിനാദരെ നിയമിക്കാൻ തീരുമാനിച്ചു. അതെൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് അങ്കിളാണ് ഈ അമിനാദാർ. അപ്പോൾ ക്രിസ്ത്യാനിടയിൽ നിന്ന് അമിനാദാരെ കൊടുത്തപ്പോൾ മുസ്ലിംസ് ചെയ്യുന്ന രാജാവിനോട് കംപ്ലൈൻറ്റ് ചെയ്തു, ക്രിസ്ത്യൻസിന് കൊടുത്തെങ്കിൽ ഒരു മുസ്ലിമിന് ഒരാളിനെ തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാതിനാഥ് പറഞ്ഞു ഒരു ക്വാളിഫൈഡ് ആളിനെ തപ്പിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ കോന്നി ചെന്നിട്ട് അവിടുത്തെ അലിയാർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു. അദ്ദേഹം റാവുത്തറാണ്. അദ്ദേഹത്തിന് 4-5 ഭാഷ അറിയായിരുന്നു. കായികമായി നല്ല ശക്തിയുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോയി പറഞ്ഞു. അങ്ങനെ സാമൂതിരി എന്ത് ചെയ്തു, ഈ അലിയാരെ കോന്നി എന്നുള്ള അലിയാർ സാഹിബിനെ പിടിച്ചു തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ കേരള പോലീസിൽ തിരുവിതാംകൂർ രാജാവല്ല, സ്വാതിനാഥ് രാജാവ്, ഈ പാട്ടുകാരനായ രാജാവുണ്ടല്ലോ, അദ്ദേഹം 1862 ഈ കോന്നിയിൽ ഒരു മുസ്ലിമിനെ പിടിച്ച് അമിനാദാരാക്കി. അപ്പോൾ ആളുകൾ തപ്പിപ്പോയി ആരാണ് ഈ ഇദ്ദേഹം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ തപ്പിയാൽ മനസ്സിലായത് ഇദ്ദേഹം 5 ഭാഷ അറിയാവുന്ന ആളാണ്, റാവുത്തർ ഇതിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ പോയി, ഈ എൻ്റെ ഗ്രാൻഡ് അങ്കിളിനെ പോലെ തന്നെ ഈ അമിനാദാർ സ്ഥാനം കിട്ടിയ മുസ്ലിമിൻ്റെ വീട്ടിൽ പോയി. മുസ്ലിമിൻ്റെ വീട്ടിൽ പോയി പഴയ ഹിസ്റ്ററി മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ സെർച്ച് പോകുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ സാധാരണ ഒരു ചരിത്രം വായിക്കുമ്പോൾ അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കിട്ടും. അതെ, ഈ ചരിത്രം ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഗവേഷണത്തിലൂടെ കിട്ടുന്ന ചരിത്രവും മറ്റൊന്ന് കൃത്യമായി ഗുരുവിൽ നിന്ന് പഠിച്ചു വരുന്ന ചരിത്രവും, ആ തെളിവോടുകൂടിയുള്ള ചരിത്രമാകുമ്പോൾ അതിന് ഇസ്ലാം ഏറ്റവും കൂടുതൽ അറിവിന് ഈ സനദിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സനദ് എന്ന് പറഞ്ഞാൽ ഗുരുപരമ്പരയിലൂടെ കൃത്യമായി കിട്ടിപ്പോകുന്ന അറിവ്. അല്ലാത്തൊരു വാചകം ഒരാൾ കൊണ്ടുവന്ന് ഇത് നബിവചനമാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല. പിന്നെ നബിവചനത്തെ അത് എത്രമാത്രം സ്വീകാര്യമാണ് അതിൻ്റെ വെയിറ്റേജ് നോക്കുന്ന ഒരു സയൻസ് ഉണ്ട്, ഉസൂലുൽ ഹദീസ്. അതിൽ മുഴുവൻ ആളുകളും സിഖത്താണ്, വിശ്വസ്തരാണ് എങ്കിൽ അങ്ങനെ. പിന്നെ മറ്റൊന്ന്, ഒരു നബിതങ്ങളിൽ നിന്ന് കേട്ടു നൂറുകണക്കിന് ആളുകൾ പറഞ്ഞു വന്നത്, അതിൽ പിന്നെ
കള്ളത്തിന് ചാൻസ് ഇല്ല. അതെ 100 ആളും പറഞ്ഞു ഒരേ വചനം പറഞ്ഞാൽ പിന്നെ കളവാകാനുള്ള സാധ്യതയില്ലാത്ത മുത്തവാത്തിർ. അതെ ഈ ഖുർആൻ്റെ ഈ അർത്ഥം വായിക്കുമ്പോൾ ഈ അടുത്ത് ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്നപ്പോൾ ഒരു പയ്യൻ കയ്യിൽ വടം കെട്ടിയിട്ട് ഒരു ഹിന്ദുവാണ്. അപ്പോൾ അവൻ ചോദിച്ചു, താങ്കൾ മതപണ്ഡിതനാണോ? അതെ. അപ്പോൾ അയാൾ ചോദിച്ചു, ഈ ബറാ ചാപ്റ്ററിലെ ആയത്ത് 4 എന്താ പറയുന്നത്? 4 എന്ന് അവൻ പറഞ്ഞ ഖുറാൻ്റെ ആയത്തിന് അവസാനമാണ് നമ്പർ ഇടുക. ശരിക്കിത് 5-മത്തതാ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും കൊല്ലണമെന്നാ. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു. അല്ല, അത് കറക്റ്റാ. അതെ. അപ്പം ഞാൻ തിരിച്ച് അവനോട് ചോദിച്ചു, അതിൻ്റെ ശേഷമുള്ള ആയത്ത് വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചിട്ടില്ല. അപ്പോൾ സാധനം വാങ്ങി വരുമ്പോഴേക്ക് അവനെ ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ചു. അതിൽ പറയുന്നത് ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും ഒന്ന് നിൻ്റെ അടുത്ത് അഭയം തേടിയാൽ അവൻ അഭയം കൊടുക്കുകയും വേദം കേൾക്കാൻ വരെ അവസരം നൽകുകയും അവൻ എവിടെയാണോ സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുകയും വേണം എന്നാ. അപ്പോൾ അതിൻ്റെ മുകളിൽ പറഞ്ഞത് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ കമാൻഡർ പറയാണ്, ദാ ചൈനക്കാരനെ എവിടെ കണ്ടാലും കാച്ചിക്കോളണേ. യുദ്ധമുഖത്ത് പറയുന്ന ക്യാമ്പിൽ വന്ന് ആക്രമിച്ച വ്യക്തിയുമായി ആ സമയത്ത് പറയുന്ന പറഞ്ഞത്, അല്ലാതെ മുസ്ലിമിനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ദുബായിലൊക്കെ ഇസ്ലാമിക രാജ്യം എന്നാണല്ലോ പറയുന്നത്. അവിടെ കാണുന്നവരൊക്കെ കൊല്ലണ്ടേ? അത് ലോകത്ത് ഇതുവരെ കൊന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നു സാറേ, ഈ ഇൻ്റർപ്രിറ്റേഷൻ ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നത് ഒതൻറ്റിക് ആണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കണം. കാണുന്ന എല്ലാ ചരിത്രങ്ങളും ശരിയാകണം എന്നുമില്ല. അതുകൊണ്ട് അവിടെ പോയി പട്ടണത്തിൽ ചെന്നപ്പം ടിപ്പു താമസിക്കുന്ന വീടിനോട് ചേർന്നൊരു ഹിന്ദു ക്ഷേത്രം. ഞാൻ വിചാരിച്ചു ഇതെന്താ കളി. ഞാൻ ഇറങ്ങി ഇതിനെപ്പറ്റി അന്വേഷിച്ചു പറഞ്ഞു, ടിപ്പുവിൻ്റെ മെയിൻ ഭാര്യമാർ ഒരാൾ വടകരക്കാരായ ഉണ്ണിച്ചാറ എന്നത് നായർ സ്ത്രീയാണ്. അപ്പോൾ ഈ നായർ സ്ത്രീ ഉണ്ണിയാർച്ച അവർ വിളിക്കുന്ന ഉണ്ണിച്ചാറ. അപ്പോൾ ആ സ്ത്രീക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ടിപ്പുവിൻ്റെ വീടിനോട് ചേർന്നൊരു ക്ഷേത്രം ഉണ്ടാക്കി ഈ സ്ത്രീക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ടിപ്പു ഒരു വർഗീയവാദിയാണെങ്കിൽ ഈ സ്ത്രീയോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറഞ്ഞപ്പോഴായിരുന്നു. അത് ടിപ്പു പറഞ്ഞില്ല. ഷീ വാസ് പെർമിറ്റഡ് ടു ലീവ് ആസ് എ ഹിന്ദു. ഹി ഗേവ് ഓൾ പെർമിഷൻ ടു വർഷിപ്പ് ഹിന്ദു ടെമ്പിൾ വർഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഫത്തേപൂർ സിക്രി പോയപ്പോൾ കണ്ടത്. അപ്പോൾ അക്ബറിൻ്റെ മെയിൻ ഭാര്യ ഹിന്ദുവാണ്, ഈ രജപുത്ര സ്ത്രീയാണ്. അക്ബർ ദീനുലാഹി എന്ന് പറഞ്ഞ ഒരു മതം ഉണ്ടാക്കി 1881 when he was almost 50 years. അത് കഴിഞ്ഞ് ഹീ നെവർ കമ്പൽ എനിബഡി ടു ജോയിൻ ദീനുലാഹി. എല്ലാത്തിനും നല്ലത് സ്വീകരിച്ചേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം മുസ്ലിം ആയിരുന്ന കാലത്താണ് ജോധാബായിയെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ ജോധാബായിയുടെ മകനാണ് സലീം അല്ലെങ്കിൽ ജഹാംഗീർ. അപ്പോൾ ജോധാബായിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഫത്തേപൂർ സിക്രിക്ക് അകത്ത് അക്ബർ താമസിക്കുന്ന വീടിൻ്റെ ജസ്റ്റ് റോഡിന് അക്രോസ് ഒരു ക്ഷേത്രം പണിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഫത്തേപൂർ സിക്രി അക്ബറുടെ വീടിനടുത്ത് എന്തിനാണ് ക്ഷേത്രം? അപ്പോൾ അവർ പറഞ്ഞു, ഈ അക്ബറുടെ മെയിൻ ഭാര്യ ഹിന്ദു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവളോട് ഇസ്ലാമം സ്വീകരിക്കാൻ പറഞ്ഞില്ല. അവളുടെ വിശ്വാസത്തിൽ വിശ്വസിച്ചെല്ലാം പറഞ്ഞിട്ട് അക്ബറിൻ്റെ വീടിനോട് ചേർന്നൊരു ക്ഷേത്രം പണിഞ്ഞെടുത്തു. അവിടെയാണ് ജോധാബായി ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഈ രാജാവിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഒരു മതപരമായ പ്രവർത്തനങ്ങൾ 100% ആയിക്കൊള്ളണമെന്നില്ല. സംഘങ്ങൾ കണ്ടത് അവരുടെ മതസൗഹാർദ്ദവും അതിലുള്ള ആ രീതിയും ആയിരുന്നു. അത് വളരെ കൃത്യം. ഔറംഗസീബിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഏറ്റവും തേജ് ബഹാദൂർ ഹിന്ദു, ഔറംഗസീബിന്റെ സേനാനായകൻ ജയ്സിംഗ് ഹിന്ദു. ഔറംഗസീബിന്റെ സൈന്യത്തിലെ 80% ഹിന്ദു സൈന്യമാണ്. അതെ. ഈ ഔറംഗസീബിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല, മറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് മായ്ക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരത്തെ ആൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇന്ത്യ റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നല്ലോ. ആ ഒരു ഇക്കണോമിക് പോളിസി എന്തായിരുന്നു എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശമ്പളം വാങ്ങിയില്ല. ഏറ്റവും രസമല്ല, നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഒരു കള്ളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന്, ഈ സതി നിരോധിച്ചു വില്യം ബെൻഡിക് എന്നാണ്. പക്ഷെ ഔറംഗസീബാണ് ആക്ച്വലി സതി നിരോധിച്ചത്. 1581 ഓർഡർ ഉണ്ട്, സതി നിരോധിക്കുന്നു. ഈ ചൈൽഡ് മാരേജ് നിരോധിച്ചിട്ട് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് അത് റിപ്പൺ പ്രഭു തുടങ്ങി വെച്ചെന്ന് പറഞ്ഞ് ചരിത്രത്തിൽ ജീവിച്ചിരിക്കുകയാണ്. ആക്ച്വലി 12 വയസ്സ് താഴെ കുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല എന്ന് ഔറംഗസീബാണ് ഉത്തരവിട്ടത്. ചൈൽഡ് മാരേജ് പ്രിവെൻഷൻ ആക്ട് ഉണ്ടാക്കിയത് ഔറംഗസീബാണ്. അപ്പോൾ ഔറംഗസീബ് ഇങ്ങനെ ഫോർ റീച്ചിങ് ഒരുപാടുണ്ട്. പക്ഷെ ഒറ്റ ക്രെഡിറ്റ് അങ്ങാർക്കില്ല. എല്ലാം ഏതോ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ തലയെ കൊണ്ട് വെച്ചിരിക്കുകയാണ്.
സാർ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിക്കൂടെ? ഇപ്പോൾ പ്രസംഗിക്കുന്ന തന്നെ ചീത്തവിളി എന്ന് പറഞ്ഞാൽ ചീത്തവിളി. ഒരു നബിദിനത്തിന് പ്രസംഗിച്ച് പോയെങ്കിൽ ഒരു 2 ആഴ്ച എൻ്റെ ഫോണും ഈ നമ്മുടെ പാടും മുഴുവൻ ചീത്തവിളിയാണ്. ഞങ്ങളുടെ ക്രിസ്ത്യാനികളാണ് ചീത്ത വിളിക്കുന്നത് ഭൂരിപക്ഷം, അത് വേറെ കാര്യമെങ്കിലും. അല്ല, സാറൊരു സത്യക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ചെയ്യുന്നത്? സത്യക്രിസ്ത്യാനിയാണ്. അപ്പോൾ വായിച്ച കാര്യം ദിവസവും പറയുന്നല്ലോ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സത്യക്രിസ്ത്യാനിയാണ്. അപ്പം ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ സത്യം പറയട്ടെ. അപ്പം ഞാൻ ഹിന്ദു മതത്തിൽ പോയാലും സത്യം പറയും, ക്രിസ്ത്യൻ പള്ളിയിൽ പോയാലും സത്യം പറയും, ഇസ്ലാമിൻ്റെ അവിടെയും സത്യം പറയും.